എന്തായാലും കൈത്തറസിൻ്റെ ഉദ്ദേശം പോലെ ഭരണഘടന സാക്ഷരത എന്ന വിഷയത്തിൽ കൃത്യമായി പ്രാഥമികം നിന്ന ഹാരിഷിനോട് അഭിനന്ദിക്കുന്നതാണ്. ഹാരിഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ജനനം പറയുന്നത് കേട്ടപ്പോൾ 40-50കളിൽ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് പുറത്തു വന്ന ഭരണഘടന ഉണ്ടാക്കിയ മറ്റ് ഏത് രാജ്യങ്ങളെക്കാൾ വളരെ ശ്രേഷ്ഠമായ ഒരു പശുവാണ് ഇന്ത്യൻ ഭരണഘടന എന്നും അതിൻ്റെ 4 കാലിൻ്റെ കീഴിൽ ഇരിക്കുന്ന ഇന്ത്യക്കാർ മറ്റുള്ള പലരെക്കാളും ഹരീഷ് എന്ന് പറഞ്ഞ ബംഗ്ലാദേശുകാരെക്കാളും ശ്രീലങ്കക്കാരെക്കാളും ഒക്കെ ഭാഗ്യവാന്മാരാണ് എന്നൊരു ധ്വനിയാണ് ഹരീഷിൻ്റെ ക്ലാസിൻ്റെ ആരംഭത്തിൽ എനിക്ക് തോന്നിയത്. അത്ര വലിയൊരു നല്ല പശുവാണ്, അല്ലെങ്കിൽ അത്ര വലിയൊരു വിശുദ്ധ പശുവാണ് ഇന്ത്യൻ ഭരണഘടന എന്ന അഭിപ്രായം എനിക്കില്ല. അതിനകത്ത് ഞാൻ നിൽക്കുന്നത് ഭരണഘടനാ സമിതിയുടെ അവസാന യോഗത്തിൽ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞ വാക്കിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന കടയിൽ കിടക്കുന്ന ഒരുത്തനെ സാമൂഹ്യമായി ഉയർത്താൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഭരണഘടന കൊണ്ട് ഒരു കാര്യവുമില്ല. എൻ്റെ സംശയം മറ്റൊന്നാണ്. ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഇന്ന് രാവിലെ ഈ തൃശ്ശൂർ നഗരത്തിൽ തന്നെ വേറൊരു ഭരണഘടനയെക്കുറിച്ച് രാമായണവും ഭാരതീയ നീതിന്യായ സംഹിതയും എന്നൊരു പ്രഭാഷണം ഇവിടെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. നടത്തിയ സംഘടന RSSന്റെ സംഘപരിവാർ സംഘടനയിൽ പെട്ടതെന്ന് അവർ സമ്മതിക്കുന്നതും സംഘപരിവാർ സമ്മതിക്കുന്നതും. കാരണം നാളെ കഴിഞ്ഞ് കണ്ട് നടക്കുന്ന അവരുടെ പഠന ക്യാമ്പിൽ സംഘപരിവാർ പഠന ക്യാമ്പിൽ ഈ സംഘടനകളുണ്ട്. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നൊരു ഹൈക്കോടതി ജഡ്ജി, അടുത്തിടെ കുറെ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ഹൈക്കോടതി ജഡ്ജി അദ്ദേഹം. ഹാരിഷ് എന്ന് പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയിൽ പല അമെൻസും പലതും മാറ്റങ്ങളും ഉണ്ടായത് ജഡ്ജിമാരുടെ കോടതി വിധികളുടെ ഇടപെടലിലാണ്. ആ ഇടപെടലിലെല്ലാം അവരുടെ വ്യക്തിയധിഷ്ഠിതമായ വിഷയങ്ങളുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വർഗീയ സംഘടനയുടെ മീറ്റിംഗിൽ ഹൈക്കോടതി ജഡ്ജി പങ്കെടുക്കുന്നത്, ആ ഒരു പാകപ്പഴ ഉണ്ടായത് നമ്മുടെ ഭരണഘടനയുടെ ജനിതക തകരാറാണോ അതെയോ പരിണാമത്തിൽ ഘട്ടങ്ങളിൽ ഏതെങ്കിലും വന്ന പിഴവാണോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഈ ഉത്കണ്ഠ ഉണ്ടാകുന്നത് ഈ തൃശ്ശൂർ വെച്ച് തന്നെ ബ്രാഹ്മണ സഭയുടെ കേരള സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് ഹൈക്കോടതിയിലുള്ള ജഡ്ജിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഹിറ്റ്ലറേക്കാൾ ഭീകരൻ എന്നും സഹോദരൻ അയ്യപ്പൻ വിശേഷിപ്പിച്ച മനുവിന്റെ നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താത്തത് ദുഃഖകരമാണ് എന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞ ഒരു ജഡ്ജിയുടെ പ്രസംഗവും ഞങ്ങൾ തൃശ്ശൂർ തന്നെ നടന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിയാധിഷ്ഠിത ഇഷ്ടങ്ങൾ പുറത്തു വരുന്നത് ഭരണഘടനയുടെ മുൻപോട്ടുള്ള പുതിയക്കലുകൾക്ക് എത്രത്തോളം സഹായമാകും. കോടതിയിൽ ചെന്നാൽ വിഷയങ്ങളിൽ എല്ലാവരും കോടതിയിൽ പോകണമെന്ന് ഹരീഷ് പറഞ്ഞു, ഓരോ അവകാശങ്ങൾക്കും. ഇങ്ങനെ വ്യക്തിയാധിഷ്ഠിത ഇഷ്ടങ്ങളുള്ള മനുവിനെ ഉൾപ്പെടുത്താത്ത ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമവ്യവസ്ഥ ദുഃഖകരമാണെന്ന് പറയുന്ന ജഡ്ജിമാരുള്ള, രാമായണത്തിലെ ജനകീയ നിയമങ്ങൾ ഗംഭീരമാണെന്ന് പറയുന്ന ജഡ്ജിമാരുള്ള ഈ കോടതികളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? എങ്ങനെ ഞങ്ങൾ സാധാരണക്കാരുടെ മൗലിക അവകാശത്തിന് വേണ്ടി ഈ കോടതിയിലേക്ക് പോകണം? കോടതിയിലേക്ക് പോകാത്ത ജനമാണോ കുറ്റവാളി, അതോ ഇങ്ങനെ ഒരു സെറ്റപ്പാണോ കുറ്റവാളി? അതിൽ ബഹുമാനപ്പെട്ട ഹരീഷിന്റെ അഭിപ്രായം കിട്ടിയാൽ കൊള്ളാം. എൻ്റെ പേര് സാബുരാജ്. ഞാനൊരു ചെറിയ മാസികയുടെ ചെറിയ പരിപാടിയായിട്ട് നടക്കുന്നു. സമയം ലാഭിക്കാൻ ഞാൻ ഇവിടെ ഇരുന്ന് പറയാം. ഈ സത്യം പറഞ്ഞാൽ വാപ്പ പട്ടിയിറച്ചി തിന്നും അല്ലെങ്കിൽ ഉമ്മ തല്ലുകൊള്ളും എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഈ ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ നിരോധിക്കപ്പെടാത്ത ഏത് സംഘടനയ്ക്കും ആ സംഘടനയുടെ അഭിപ്രായം പറയാനും അത് പ്രചരിപ്പിക്കാനുള്ള മൗലിക അവകാശം എന്നെയും നിങ്ങളെ പോലെ ഉണ്ട്. 2, ആ അവകാശം ഇന്ത്യയിലെ എല്ലാ ജഡ്ജിമാർക്കും ഉണ്ട്. ഇന്നലെ വരെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു എന്നതുകൊണ്ട് ജഡ്ജിയാവുന്നതിന് തടസ്സമില്ലായിരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് LDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അദ്ദേഹം എവിടെ നിൽക്കുന്നു, ബാക്കിയുള്ളവർ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹമാണ് വളരെ അപൂർവമായിട്ട് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയുമായ ഒരാൾ. 4ാമത്തെ 4th സ്റ്റേറ്റ് അദ്ദേഹം പത്രത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ
എല്ലാ പൗരന്മാർക്കുമുള്ള എല്ലാ അവകാശങ്ങളും ഇന്ത്യയിലെ ജഡ്ജിമാർക്കും ഉണ്ട്. മണ്ടത്തരം പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഉണ്ട്. ജഡ്ജിമാർക്കും ഉണ്ട്. മയിലിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഈ കണ്ണീരിൽ നിന്നാണ് പ്രജനനം ഉണ്ടാവുന്നതെന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി അദ്ദേഹം സിറ്റിംഗ് ആയിരിക്കെ തന്നെ അദ്ദേഹം പറയുകയാണ്. ഈ വാട്സപ്പിൽ വരുന്ന നമ്മൾ പോലും പിള്ളേരോട് ഇടയിൽ ഇത് വാട്സപ്പിൽ വരുന്ന ഇടയിൽ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സാധനമുണ്ട്. അതായത് നിങ്ങളുടെ ദേശീയ ഗാനത്തിന് ലോകത്തുള്ള ഏറ്റവും നല്ല ദേശീയ ഗാനമായിട്ട് തിരഞ്ഞെടുത്തു യുനെസ്കോ എന്നൊക്കെ പറഞ്ഞ് വരുന്ന പടപ്പുകൾ. ഇത് പറയുന്ന ഹൈക്കോടതി ജഡ്ജിമാരുണ്ട് നമുക്ക്. കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയാണ് ബോൾഗാട്ടി പാലസിൽ നടന്ന ഒരു തമിഴ് ബ്രാഹ്മണരുടെ മറ്റൊരു സമ്മേളനത്തിൽ ഈ ദ്വിജന്മാരാണ് ബ്രാഹ്മണർ, അവർക്ക് 2 ജന്മമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ശ്രേഷ്ഠരാണ് ബാക്കിയുള്ളവരെക്കാൾ എന്ന് പറഞ്ഞത്. അദ്ദേഹം അത് വിശ്വസിച്ച് പറഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു, അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. മണ്ടത്തരം പറയാനുള്ള ജഡ്ജിമാരുടെ അവകാശത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. രണ്ട് ജഡ്ജിമാരുടെ നിയമനത്തിൽ കുറെ കൂടി സുതാര്യത വേണം, കുറെ കൂടി നല്ല ഡെമോക്രാറ്റിക് പ്രോസസ്സ് വേണമെന്ന് നമ്മൾ പറയുമ്പോൾ NJSC ആക്ട് അതിലൊരു വലിയ സ്റ്റെപ്പായിരുന്നെങ്കിലും NJSC ആക്ട് സത്യത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെയും ഭരണഘടനയും തകർത്തേനെ. കാരണം ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയം സിസ്റ്റം മോശമാണ് എന്ന് കരുതി മന്ത്രിമാർ ജഡ്ജിമാരെ നിയമിക്കുന്ന ഒരു സിസ്റ്റം വന്നാൽ ഇത് എപ്പോൾ തകർന്നു എന്ന് ചോദിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് ആ സിസ്റ്റം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾ കുറച്ചുകൂടി സുതാര്യമാവാം. ഇനി മുതൽ നിങ്ങൾ ചോദിച്ചാൽ ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങൾ സൈറ്റിൽ ഇട്ടേക്കാം. അതായത് ഇപ്പോൾ എങ്ങനെയാണല്ലോ, കോളേജിയം കൂടിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് സൈറ്റിൽ വായിക്കാം. ഇത് വായിച്ചാൽ ഇതിനകത്ത് എന്താ നടന്നതെന്ന് മനസ്സിലാവാത്ത വിധമാണ് എഴുതുക. എന്നാൽ പോലും അത് തൽക്കാലം ഒരു സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് പോയി. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പം നമ്മൾ കോടതിയിലെത്തിയാൽ ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലല്ലേ കേസ് വാദിക്കണമെന്ന് വെച്ചാൽ അതെ. എന്താ കാരണം അറിയാമോ? നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നിങ്ങളിൽപ്പെട്ടവരാണ്. മന്ത്രിമാരിൽ മണ്ടന്മാരുണ്ട്, മന്ത്രിമാരിൽ സ്വജനപക്ഷപാതികളുണ്ട്, മന്ത്രിമാരിൽ ഭരണഘടനാ വിരുദ്ധമായ ഭരണഘടന തന്നെ കൊള്ളില്ല എന്ന് പറയുകയും പിന്നീട് മാറ്റി പറയുകയും ചെയ്യുന്ന മന്ത്രിമാരുൾപ്പെടെ നമുക്കുണ്ട്. ജനപ്രതിനിധികളുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, പത്രക്കാരുണ്ട്. എല്ലാ മേഖലയിലുമുള്ള എല്ലാ പുഴുക്കുത്തുകളും ജുഡീഷ്യറിയിലുമുണ്ട്. ജുഡീഷ്യറിയിൽ നിന്ന് വരുന്നവർ മാത്രം നൂലെ കെട്ടി മോളിൽ നിന്ന് ജ്ഞാനസ്നാനം ചെയ്ത പരിശുദ്ധവാദികൾ, എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. ഈ സമൂഹത്തിൽ നിന്ന് എടുക്കുന്നവരാണ് അവിടെയുള്ളത്. പക്ഷേ അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, എല്ലാത്തരം വൃത്തികേടുള്ളവരും പട്ടാളത്തിലുണ്ട് എന്ന് പറഞ്ഞ് നാളെ മുതൽ പട്ടാളക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുമോ? ഇല്ല. പോലീസിലുണ്ടെന്ന് പറഞ്ഞ് പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുമോ? ഇല്ല. എന്താ കാര്യം? ഒരു പ്രോസസ് ഓഫ് സെലക്ഷൻ ഉണ്ട്. ഈ പുഴുക്കുത്തുകൾ വരാതിരിക്കാനുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് അതിനകത്തുണ്ട്. അത്തരമൊരു സെലക്ഷൻ പ്രോസസ്സ് ജുഡീഷ്യറിയിൽ വരണം എന്ന ഡിമാൻഡ് കേരളത്തിൽ ആരും വെക്കുന്നില്ല. ആരുടെയും പ്രശ്നമല്ല. കേരള ഹൈക്കോടതിയിൽ നാളെ മുതൽ ഇത്ര പേർ, ഞാൻ പറയുന്ന ജഡ്ജിമാരൊന്നും മോശക്കാരാണെന്നല്ല, അതിഗംഭീരന്മാരായിട്ടുള്ള ആളുകളാണ് ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് വരുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും. അതാണ് എൻ്റെ സമ്മറി. അതുകൊണ്ടാണ് നമ്മൾ ഈ വായിക്കാൻ പറ്റാത്ത അവകാശങ്ങൾ പോലും നമുക്ക് കിട്ടിയത്. പക്ഷേ അതിനകത്ത് വരുന്ന പുഴുക്കുത്തുകളെ തിരിച്ചറിയാനുള്ളൊരു സംവിധാനം അതിനകത്ത് ഉണ്ടാക്കേണ്ടത് നമ്മൾ നിയമപരമായി വാദിച്ചുണ്ടാക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് അതും അതിൻ്റെ ബാധ്യത ജനങ്ങൾക്ക് തന്നെയാണ്, നിയമനിർമ്മാണ സഭകൾക്കാണ്, ജനങ്ങൾക്കാണ്. ജുഡീഷ്യറിയെ അക്കൗണ്ടബിൾ ആക്കാനുള്ള ഒരു പുതിയ പ്രോസസ്സ് തുടങ്ങി വെക്കണം. പറയാൻ വന്നൊരു കാര്യം, മലേഷ്യ ആയാലും ശ്രീലങ്ക ആയാലും മറ്റ് സമാനമായിട്ടുള്ള അന്ന് കെനിയ ഉൾപ്പെടെയുള്ള അന്ന് ഇന്ത്യക്ക് കൂടെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെ ഭരണഘടന ദീർഘകാലം നിലനിൽക്കുമെന്നും ഇന്ത്യൻ ഭരണഘടന പൊളിയുമെന്നും എഴുതിയ ഒരു ഭരണഘടനാ വിദഗ്ധൻ യൂറോപ്പിലുണ്ടായിരുന്നു. അദ്ദേഹം അംബേദ്കറിന്റെ ഗുരുവായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന പൊളിയും. ശ്രീലങ്കൻ ഭരണഘടന അദ്ദേഹം എഴുതിയതാണ്, അതൊക്കെ നിലനിൽക്കും കുറച്ചുകൂടെ. ഈ അദ്ദേഹം എഴുതിയ ഭരണഘടന എല്ലാം 10 കൊല്ലം കൊണ്ട് പൊളിഞ്ഞു. ഇന്ത്യൻ ഭരണഘടന 70 കൊല്ലം കഴിഞ്ഞും ശക്തിപ്പെട്ടു. അത് ഈ നാട്ടിലെ ജനം നിരന്തരമായി ചോദ്യം ചെയ്യുകയും ഇലക്ഷനിൽ സർക്കാരുകളെ തോൽപ്പിക്കുകയും ചെയ്യുന്നത് സംഭവിക്കുന്നതാണ്. അപ്പം അക്ഷരാഭ്യാസമുള്ള ആളുകൾ ജനാധിപത്യ വിരുദ്ധരെ ജയിപ്പിച്ചു വിടുന്ന ഒരു നാട്ടിലിരുന്നു കൊണ്ട് അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവരെങ്ങനെയാണ് ഇത്തവണ കേന്ദ്ര സർക്കാരിന് ഒരു പണി കൊടുത്തതെന്നുള്ളത് നമുക്കറിയാം. അവരുടെ തിരിച്ചടിയുടെ ക്ഷീണം ഇപ്പോഴും പല ആളുകളുടെ മുഖത്തുനിന്ന് മാറിയിട്ടില്ല. ഇത്തരം തിരിച്ചടികളിലാണ് ഈ ജനാധിപത്യം നിലനിന്നത്. അതുകൊണ്ട് ഈ പ്രോസസ്സിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനേ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ പത്രവാർത്ത കണ്ടപ്പോൾ, ഇന്നലെയോ മറ്റോ വാർത്തയാണ്, ഈ രാമായണവും മഹാഭാരതമൊക്കെ ഞാൻ വായിച്ചത്. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ചിരിയില്ലേ? അങ്ങേക്ക് തോന്നിയൊരു ചിരിയുണ്ടല്ലോ. ഈ ചിരി ഈ തൃശ്ശൂരുള്ള മുഴുവൻ ഒരു പകുതി ആളുകളുടെ മുഖത്ത് വരികയും ഇത് നടത്തുന്നവനോട് എന്തുവാടേ
ഒരു അല്പം മര്യാദ എന്ന് ചോദിക്കാനുള്ള ശേഷിയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരികയും ചെയ്താൽ ഇങ്ങനൊരു പരിപാടി നടക്കില്ല. ഈ മണ്ടത്തരം പറഞ്ഞിട്ട് വീണ്ടും അവർക്ക് അവരുടെ പാളയങ്ങളിൽ പോയിരിക്കാനും വീണ്ടും മണ്ടത്തരങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന അജ്ഞതയുള്ള സമൂഹത്തിൽ അവരെ പിന്തുണയ്ക്കാൻ കുറേ പേരുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ റൂട്ട് കോസിനെയാണ് ചികിത്സിക്കേണ്ടത്, ആളുകളെയല്ല. വ്യക്തികൾ വരുമ്പോൾ റിയൽ പ്രശ്നം കിടക്കുന്ന എവിടെയാണ്? നാട്ടിൽ രോഗാണു ഉള്ളതുകൊണ്ടാണ് അസുഖം വരുന്നത്. നമ്മൾ മാത്രം മാസ്ക് ഇട്ടിട്ട് കുറച്ച് കാലേ നടക്കാൻ പറ്റുള്ളൂ. രോഗാണു ഇല്ലാത്ത അല്ലെങ്കിൽ രോഗാണുവിനെ പ്രതിരോധിക്കാൻ കഴിയുന്നൊരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. അതിന് നമ്മൾ ആളുകളെ പ്രാപ്തമാക്കുക അല്ലാതെ വേറെ വഴിയില്ല. തോറ്റ കേസുകളുടെ വിധിന്യായങ്ങളാണ് നമ്മൾ ഇന്ന് ജയിച്ചു നിൽക്കുന്ന എല്ലാ വിധിന്യായങ്ങളുടെയും ബേസ്. പോയി തോറ്റ, ദയനീയമായി തോറ്റ കേസുകളുടെ വിധിന്യായങ്ങളിൽ നിന്ന് ആണ് ജയിച്ച കേസുകളുടെ വിധിന്യായങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, എല്ലാ ജഡ്ജ്മെന്റിനെയും വിമർശിക്കാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലോ കോളേജുകൾ, നിയമ യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്തിനാണ് പോറ്റുന്നത്? ഇന്ത്യയിൽ വരുന്ന, നിങ്ങളാരും അത് ചെയ്യണമെന്ന് ഞങ്ങളാരും എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ ബാർ അത് ചെയ്യണ്ടേ? ഇന്ത്യയിലെ ബാർ അസോസിയേഷനുകൾ, അറ്റ്ലീസ്റ്റ് ഹൈക്കോടതികളിലെ ബാർ അസോസിയേഷനുകൾ, അല്ലെങ്കിൽ ലോ കോളേജുകൾ, നിയമ യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിൽ വരുന്ന ജഡ്ജ്മെന്റുകൾ അബ്സേർഡ് ആണെങ്കിൽ അബ്സേർഡ് ആണെന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഒരു റിവ്യൂ പ്രോസസ്സ് വേണ്ടേ? അതില്ല. ഒരാളും ചോദ്യം ചെയ്യുന്നില്ല, ഒരാളും അതിന്റെ ശരിയുത്ത സിനിമ വരെ റിവ്യൂ ചെയ്യാൻ ഈ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളെയും ബാധിക്കുന്ന ഒരു നിയമം, അതൊരു ജഡ്ജ്മെന്റ് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, അബ്സേർഡ് ആണെങ്കിൽ അത് അബ്സേർഡ് ആണെന്ന് പറയാനുള്ള ആരും ഇവിടെ ഇല്ല. അതുണ്ടാക്കേണ്ടത് അഭിഭാഷകരാണ് ആദ്യം, രണ്ടാമത് നിയമ സംവിധാനമാണ്, സർക്കാരാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ തെരുവിൽ ജനങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ അന്നേരം ജഡ്ജിയുടെ തന്തയ്ക്ക് വിളിച്ചിട്ടല്ല അത് നടപ്പാക്കേണ്ടത്. മറിച്ച് ആ ജഡ്ജ്മെന്റിൽ ഇന്ന പോരായ്മകളുണ്ട്, പാകപ്പിഴകളുണ്ടെന്നാണ് പറയേണ്ടത്. ഇന്ത്യൻ കോടതികൾ എടുത്തിട്ടുള്ള ഒരു പൊസിഷൻ, ഇന്ത്യൻ കോടതികളെ വിമർശിച്ചാൽ നിങ്ങൾ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെടും. കോടതി അലക്ഷ്യത്തിൽ കുറ്റപത്രം കൊടുക്കുന്നതും കോടതി, വിചാരണ നടത്തുന്നതും കോടതി, ശിക്ഷിക്കുന്നതും കോടതി. അതങ്ങനെ പോയി സത്യം പറഞ്ഞാലും കോടതി അലക്ഷ്യമാണെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന സ്ഥിതിയായി. പറഞ്ഞു മനസ്സിലായോ? ഞാൻ നിങ്ങളെപ്പറ്റി പറയുകയാണ്, നിങ്ങളൊരു കള്ളനാണ്. ഡിഫമേഷൻ കൊടുത്തു, നിങ്ങൾ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു, ഞാൻ കോടതിയിൽ പോയിട്ട് എന്ത് പ്രൂവ് ചെയ്താൽ മതി? നിങ്ങൾ കള്ളനാണെന്ന് പ്രൂവ് ചെയ്താൽ മതി, എന്നെ തൊടാൻ പറ്റില്ല. സത്യത്തിന്, ട്രൂത്തിന് ഏത് നിയമത്തിലും എക്സെപ്ഷൻ ഉണ്ട്. ട്രൂത്ത് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് പ്രൂവ് ചെയ്താലും നിങ്ങളെ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാമെന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് സത്യമായാലും നിങ്ങൾ പറയാൻ പാടില്ല, കാരണം അത് കോടതിയെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ ജുഡീഷ്യറി താഴാനില്ലല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ജസ്റ്റിസ് സ്വതന്ത്രകുമാർ സുപ്രീം കോടതിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ പരിസ്ഥിതി കേസുകളും നാളെ മുതൽ ഗ്രീൻ ട്രിബ്യൂണലിൽ കേൾക്കണം എന്ന് പറഞ്ഞു. ആക്ടിൽ അങ്ങനെ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, അവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസ് മുഖപ്രസംഗം എഴുതി, ഇദ്ദേഹം നാളെ ഈ പരിപാടി കഴിഞ്ഞാൽ പോകാൻ പോകുന്നത് ഗ്രീൻ ട്രിബ്യൂണലിലെ ചെയർമാൻ ആയിട്ടാണ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർക്കെതിരെയും ആ റിപ്പോർട്ടർക്കെതിരെയും എഡിറ്റോറിയൽ എഴുതിയ ആൾക്കെതിരെയും കോടതി ലക്ഷ്യ കേസ് എടുത്തു. കോടതി ലക്ഷ്യ കേസ് നിലനിൽക്കെ അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം ഗ്രീൻ ട്രിബ്യൂണലിലെ ചെയർമാനായിട്ട് ചാർജ് എടുത്തു. മാസങ്ങളോളം ഈ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ സുപ്രീം കോടതിയിൽ കോടതി ലക്ഷ്യ കേസ് നേരിട്ടുകൊണ്ടിരുന്നു. അവസാനം മാപ്പ് പറഞ്ഞിട്ടോ മറ്റോ കേസ് അവസാനിപ്പിച്ചു. ട്രൂത്ത് ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ വെൻ യു ആർ ക്രിട്ടിസൈസിങ് ദ ജുഡീഷ്യറി. അത് ജുഡീഷ്യറിയുടെ കൊളോണിയൽ പാസ്റ്റിന്റെ തുടർച്ചയാണ്. അതിന് ചോദ്യം ചെയ്യണമെങ്കിൽ വിധിന്യായങ്ങളെ മെറിറ്റിൽ ചോദ്യം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ അവസാനം ഞാൻ കേൾക്കുന്നൊരു ചോദ്യം അറിയാം, ഇത് മുഴുവൻ മെനക്കെട്ട പരിപാടിയല്ലേ? ആണ്. ഈ പ്രജയിൽ നിന്ന് പൗരനാവുക എന്ന് പറയുന്നത് എളുപ്പപ്പണിയല്ല, ഇത് മെനക്കെട്ട പരിപാടി തന്നെയാണ്. എളുപ്പമുള്ള പരിപാടി നമുക്ക് കയ്യും കെട്ടി ഈ കളി കാണുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ലാപ്പിൽ 42 to 47, ഈ 42 to 47 ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പാർട്ടിസിപ്പേഷൻ നടന്ന കാലമാണ്. ആ കാലത്ത് പോലും ഇന്ത്യൻ ജനസമൂഹത്തിന്റെ എത്ര ശതമാനം ആളുകൾ നേരിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്നത് ചോദിച്ചാൽ അന്ന് മുഴുവൻ ആളുകൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോകാന്നാണ്. എൻ്റെ അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛനോട് ചോദിച്ചു, അദ്ദേഹം അധ്യാപകനാണ്. ഞാൻ ചോദിച്ചു, ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പോയത് ചുമ്മാതടാ, നാട്ടിൽ അന്നും ഇന്നും ഇതുപോലെ കുറച്ച് പേര് പോകുന്ന പോലെ കുറച്ച് പേര് പോയി, അവർ തല്ലുകൊണ്ടുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് നീയൊന്നും തല്ലുകൊള്ളാൻ പോയേക്കരുതെന്നാണ്. ഇങ്ങനെയാണ് അന്നും ഉണ്ടായിരുന്നത്. 10% ആളുകൾ പോയി തല്ലുകൊള്ളുന്നതിന്റെ ഫലമാണ് ഈ സ്വാതന്ത്ര്യം.
ഇതുപോലെ 10% ആളുകൾ ഇന്ന് തല്ലുകൊള്ളാനുണ്ടെങ്കിൽ ഈ സിസ്റ്റം മാറും. പക്ഷേ നമ്മളെല്ലാവരും കരക്കിരുന്ന് ഗ്യാലറിയിലിരുന്ന് ഇത് ശരിയാവും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ശരിയാവില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ഈ വ്യക്തിഗതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നിയമപരമായ ബാധ്യതയായി വരുന്നില്ല എങ്കിൽ ഞാൻ പറയുന്ന ഒരു ലംഘിക്കുകയോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയിലേക്ക് ജഡ്ജിയായി ചാർജ് എടുക്കുന്ന ഒരാൾക്ക് മിനിമം ഒരാഴ്ചയെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനകത്തൊരു ട്രെയിനിങ്ങും അവസാനം അയാൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന മൂല്യവത്തായിട്ടുള്ള സംഗതികൾ ഞാൻ പാലിച്ചുകൊള്ളാം എന്നൊരു അഫിഡവിറ്റും കൊടുക്കാതെ ജഡ്ജിയാക്കുന്നത് ശരിയല്ല. അഫിഡവിറ്റ് ലംഘിക്കുകയോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ദർ ഷുഡ് ബി സം മെക്കാനിസം ടു ഷോ അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സത്യപ്രതിജ്ഞ പോലെ. പക്ഷേ ഇതിൽ സത്യപ്രതിജ്ഞ എല്ലാവർക്കും ഉണ്ട്, ഫിയർ ഓർ ഫേവർ അത് എല്ലാവർക്കും ഉണ്ട്. ഇനി ലാസ്റ്റ് പറഞ്ഞാൽ ജഗതി ഒരു സിനിമയിൽ പറയുന്നുണ്ട്, തനിക്ക് ആവശ്യമായിട്ട് തൻ്റെ ആവശ്യം അവരുടെ അനാവശ്യമാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്ന സാധനം ഭരണഘടനാപരമാണെന്നാണ് അവരുടെ വാദം. അപ്പോൾ സംഘപരിവാറിന്റെ വാദം എന്താ? ഞങ്ങളാണ് കുറച്ചുകൂടെ നല്ല ഇന്ത്യ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അല്ലേ? ഞങ്ങൾ പറയുന്ന ഇന്ത്യയാണ് കുറച്ചുകൂടെ നല്ല ഇന്ത്യ. ഭരണഘടന എഴുതി വെച്ചപ്പോൾ പറ്റിയ തെറ്റൊക്കെ ഞങ്ങളിപ്പോൾ തിരുത്തും എന്നാണ് പറയുന്നത്. ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും തിരുത്താനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റുകൾക്ക് പൂർണ്ണമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഫെഡറൽ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് 103-ാം ഭരണഘടനാ ഭേദഗതിയിൽ GST കൊണ്ടുവന്നു. ഞാനത് പറയാൻ വേണ്ടിയാണ് അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റിനെ പറ്റി പറഞ്ഞത്, വിട്ടുപോയി. GST വന്നതിന് ശേഷം എന്ത് സ്വാതന്ത്ര്യമാണ് സംസ്ഥാനങ്ങൾക്കുള്ളത്? അവിടെ കാത്തുകെട്ടി കിടക്കാണ്. പഴയ ജന്മിയുടെ മുറ്റത്ത് അടിയാളം പോയി അരിക്ക് കാത്തു കെട്ടി കിടക്കുന്ന പോലെ കേരളം ഗതികെട്ട് പോയി കെട്ടിക്കിടക്കാണ് അവിടെ GSTയുടെ വിഹിതം കിട്ടാൻ. GST നടപ്പാക്കുന്ന ഇന്ത്യയിൽ ഫെഡറൽ സ്ട്രക്ചർ നടപ്പാക്കുമെന്ന് ഏത് ജഡ്ജി പറഞ്ഞാലും ആ വിധിന്യായം തെറ്റാണെന്ന് പറയുന്നത് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ആരാ ചലഞ്ച് ചെയ്യുന്നത്? കേരളം എന്താ പറഞ്ഞത്? GST കുഴപ്പമില്ലെന്നാ പറഞ്ഞു. ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു നമുക്ക് കുറച്ച് കാശ് കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ എന്റെ പോയിന്റ്, GST പോലെ ഫെഡറൽ സ്ട്രക്ചറിന് ഇത്ര വലിയ ആഘാതം ഉണ്ടാക്കിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി പോലും വേണ്ടത്ര എതിർക്കാത്ത ഒരു സ്റ്റേറ്റ് പിന്നെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ഭരണഘടനാ ബോധമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കേരള നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച പോലും ഉണ്ടായില്ല. എന്നാൽ ശബരിമലയ്ക്ക് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? പൈസ കിട്ടണമെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കണം, എന്നാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാമെന്ന് പറയുന്നതിനകത്തൊരു അടിസ്ഥാനപരമായ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം ആളുകൾക്കുണ്ടായില്ല. കാരണം എന്തെന്നറിയോ? നേരത്തെ സാറ് പറഞ്ഞ പോലെയാണ്, കേരളത്തിന്റെ അവകാശങ്ങൾ കേന്ദ്രം കവർന്നെടുക്കുന്നു എന്നുള്ളത് പിണറായി വിജയന്റെ എന്തോ ആവശ്യമാണ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ എന്തോ ആവശ്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പൈസ കേരളം പാസ്സാക്കുന്നില്ല, അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എന്തോ പ്രശ്നമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് അവർ തമ്മിൽ പരിഹരിച്ചോട്ടെ. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തും കേരളം ഭരിക്കുന്ന CPM ആണ് പറയും, അത് കോൺഗ്രസിന്റെ പ്രശ്നമാണെന്ന് പറയും. അപ്പൊ അതല്ല, ഈ പ്രശ്നം ആത്യന്തികമായി നമ്മുടെയാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഇതിനകത്തൊരു ഇന്റർഫറൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ റിഗ്രസീവായിട്ടുള്ള ഭരണഘടനയെ വലിച്ചഴക്കുന്ന മറ്റെന്താണ് ഈ ഇതിലേക്ക് പഴയ റിഗ്രസീവായിട്ടുള്ള സംഗതികളിലേക്ക് ഭരണഘടനയെ വലിച്ചഴിക്കുന്ന ചർച്ചകളെ ആളുകൾ കാർക്കിച്ച് തുപ്പുന്ന ഒരു കാലം ഉണ്ടാക്കണമെങ്കിൽ ആളുകൾക്ക് ഇത് ബോധ്യം വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് ജഡ്ജിമാർക്ക്. ചില കാര്യങ്ങളിൽ പങ്കെടുക്കണം, ചില കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത്. ഈ കോഡ് ഓഫ് കണ്ടക്ട് കാരണം ഒരു കാലത്ത് ജഡ്ജിമാർ ഒരു കല്യാണത്തിനും വരില്ല, ഒരു പരിപാടിക്കും വരില്ല, ആരെയും വിളിക്കൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും എല്ലാത്തിലും പോകും. ആ കോഡ് ഓഫ് കണ്ടക്ട് നേർത്ത് അലിഞ്ഞില്ലാതായി മാറി. കാരണം ആളുകളുമായി സംവദിച്ചിട്ട് വേണം ജഡ്ജിമാർക്കും എന്തെങ്കിലും പഠിക്കാൻ, ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് അല്ല തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള ഒരു ആലോചനയിലാണ് വന്നത്. ഇപ്പൊ ജസ്റ്റിസ് ചന്ദ്രചൂഡ്, അദ്ദേഹത്തിന് 2 മക്കൾ, അതായത് അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ഇത് കൂടാതെ അദ്ദേഹം 2 പേരെ ദത്തെടുത്തിട്ടുണ്ട്. 2 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം അദ്ദേഹം ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഒരു കാലത്ത് ഞാൻ ഒരു പരിപാടിയിലും പോവില്ലായിരുന്നു, ഇപ്പം ഞാൻ എല്ലാ പരിപാടികൾക്കും പോകും. കാരണം ഞാൻ പരിപാടികൾക്ക് പോകുന്നത് കണക്കാക്കി അവർ എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ റാമ്പ് പണിയും. അങ്ങനെ ഏത് ബിൽഡിങ്ങിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പോയാലും ആ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പോകുന്നത് കൊണ്ട് എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കി കുട്ടികൾക്ക് കയറാനുള്ള റാമ്പ് അവരുണ്ടാക്കും. അങ്ങനെയെങ്കിലും പണ്ട് കാലത്ത് നമുക്ക് ഈ റോഡ് നന്നാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി കൊണ്ടിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ദേ ആർ ഗോയിങ് ബിക്കോസ് ദേ വോണ്ട് ടു റീച്ച് ഇറ്റ് ടു ദാറ്റ് ലെവൽ. അങ്ങനെ ആളുകൾ പങ്കെടുക്കുമ്പോൾ ഈ ഇരുന്ന് വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്ന ജഡ്ജിമാരെ ആളുകൾ വിലയിരുത്തണം. ആ വിലയിരുത്തി അവരുടെ ജഡ്ജ്മെന്റുകൾ വിലയിരുത്തണം. ഇപ്പൊ അങ്ങ് ചൂണ്ടിക്കാണിച്ച ഒരു ജഡ്ജിയുണ്ട്, അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങൾ എടുത്ത് പരിശോധിച്ച് അഭിപ്രായം പറയാൻ കേരളത്തിലെ ബാർ അസോസിയേഷനുകൾ തയ്യാറല്ല. നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയണം. അത് പറയാനുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ല.
കാരണം ജഡ്ജിമാരെ മണിയടിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജഡ്ജിമാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് നാളെ പോയിട്ട് എന്താ പറയണ്ടേ, മൈ ലോഡ്, അപ്പോൾ പറയും നീ ഇന്നലെ പറഞ്ഞ ഞാൻ കേട്ടു, നിനക്ക് ഓർഡർ വേണ്ടില്ല ഞാൻ തരാം എന്ന് പറയും. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ജഡ്ജാണ് ഇപ്പോഴും റിട്ട് പെറ്റീഷനിലെ വിധി തീരുമാനിക്കുന്നത്. നിങ്ങൾ കൊടിയ അനീതി നേരിടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കേസ് കേൾക്കണോ വേണ്ടയോ എന്ന് ജഡ്ജിക്ക് ഡിസ്ക്രിഷണറി ജുഡിഷ്യൽ തീരുമാനിക്കുക, ഒരു ഹൈക്കോടതി ജഡ്ജിന്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സൗകര്യമില്ലാതെ എഴുതി വെച്ചാൽ ഡിസ്മിസ് ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഡിസ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടി ആളുകൾ മത്സരിക്കും. അടിയൻ ലച്ചിപ്പോം എന്ന മട്ടിൽ ആളുകൾ ചാടി വീഴും. ഇതൊക്കെ ഹൈക്കോടതികളുടെ സ്ഥിതിയാണ്. പക്ഷേ കേരളത്തിലെ പോലെയല്ല മറ്റു പല സംസ്ഥാനത്തും. ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്റർനെറ്റ് ഉണ്ടല്ലോ, വെറുതെ ഏതെങ്കിലുമൊക്കെ ഹൈക്കോടതിയുടെ സൈറ്റിൽ കയറിയിട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാം. ലളിതമായ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അറിയാം എങ്ങനെയാണ് ഈ ജഡ്ജിമാർ പെരുമാറുന്നത്. യു ഷുഡ് വാച്ച്. അതിനു വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ആരും കാണുന്നില്ല. വാച്ച് ചെയ്തിട്ട് പറ്റുമെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായ സ്വരൂപണം നടത്താം. അപ്പം അങ്ങനെ വരുമ്പം പല കോടതികളിലും പല വക്കീലന്മാരും പല ചെറിയ പിള്ളേർ, ഒരു 35-40 വയസ്സുള്ള പിള്ളേർ കോടതിയോട് പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് ലിസൺ ടു മീ, ഐ കെയിം ഫോർ ആർഗ്യൂയിങ് ഫോർ മൈ ക്ലയന്റ്, പ്ലീസ് ലിസൺ ടു മീ ആൻഡ് യു ക്യാൻ പാസ് എനി ഓർഡേഴ്സ്, ഐ ഡോണ്ട് കെയർ, ബട്ട് ദിസ് കോർട്ട് ഷാൽ ഹാവ് എ ഡ്യൂട്ടി ടു ഹിയർ മൈ ക്ലയന്റ്, യു കനോട്ട് പാസ് ആൻ ഓർഡർ വിത്തൗട്ട് ഹിയറിംഗ് മീ, ദിസ് ഇസ് എ കോർട്ട് വെയർ ഐ ക്യാൻ ആർഗ്യൂ മൈ മാറ്റർ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള വിധി എഴുതാം. അതായത് ചാലഞ്ച് ചെയ്ത് വേണമെങ്കിൽ മുകളിലോട്ട് പോകാം. നമ്മുടെ ചില ജഡ്ജിമാർ ഞാനിപ്പോൾ തള്ളു വാദിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ തള്ളല്ലേ ഞാൻ പിൻവലിച്ചോളാം എന്ന് പറയും. അങ്ങനെയല്ല, ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും ഒരേ അധികാരമാണുള്ളത്, ഒരേ യൂണിഫോമാണ്. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന താഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ആ സിസ്റ്റം ഡീഗ്രേഡ് ആവും ഓരോ ദിവസവും. അതിന് പകരം സംവിധാനം ഉണ്ടാക്കണം. ഒറ്റയ്ക്ക് പറയുമ്പോഴല്ലേ എതിർക്കുള്ളൂ. അതിനാണ് കളക്റ്റീവായിട്ടുള്ള ബാർ അസോസിയേഷനുകളും സംഗതികളും ഒക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഉണ്ടായാൽ അതിന് മാറ്റം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലുള്ളതാണ്. പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട പല മൗലിക കടമകളും ആർട്ടിക്കിൾ 51 പലതരത്തിലുള്ള കടമകളെ പറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 51 വായിക്കണം, അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയണോ? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇത്രയേ ഉള്ളൂ. ഈ രാജ്യത്ത് നിയമം നിർമ്മിക്കുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട നയങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത്. നിയമം നിർമ്മിക്കുമ്പോൾ ഇന്ന നയങ്ങൾ പരിഗണിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നയങ്ങൾ പരിഗണിക്കുമ്പോൾ അതിനൊരു പരിഗണന ആ നിയമത്തിന്റെ നിർമ്മാണത്തിൽ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങളായിരിക്കും വരുന്നത് എന്ന് കരുതി ഏതെങ്കിലും ഒരാൾക്ക് ഇത് വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റില്ല. അതിന്റെ പേരിൽ നിയമം റദ്ദാക്കാൻ പറ്റില്ല. അത് കോടതി വഴി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാവുന്നത് ഒരു ആക്ടിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ, ഒരു നിയമനിർമ്മാണത്തെയോ ചട്ടത്തെയോ ചോദ്യം ചെയ്യുമ്പോൾ ഇത് ഈ പറയുന്ന ആർട്ടിക്കിൾ 51 ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ പരിഗണിക്കാതെയാണ് നിർമ്മിച്ചത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊരു അധിക വാദം എടുക്കാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഇപ്പൊ ഗോവധ നിരോധനം ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലുള്ളതാണ്, മഹാത്മാഗാന്ധിയുടെ സംഭാവനയാണ്. പക്ഷെ എന്ന് കരുതി ഗോവധ നിരോധനം നടപ്പാക്കാൻ ഉള്ള നിയമനിർമ്മാണം ചോദ്യം ചെയ്തുകൂടെ എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാം. കാരണം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി തന്നെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ അത് റദ്ദാക്കപ്പെടാം, അതിൽ കുഴപ്പമൊന്നുമില്ല. 51A ആണോ ഉദ്ദേശിച്ചല്ലോ? 51 അല്ലേ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 51A ആണ്. അത് എന്തുകൊണ്ടാണെന്നും കൂടി വേണമെങ്കിൽ ഒരു വരി പറയാം. പരിസ്ഥിതി സംരക്ഷണം ഒരു ഉദാഹരണം. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റുകളുടെ ഉത്തരവാദിത്തമായിട്ടാണ് ആദ്യം കാണിച്ചിരുന്നത്. സ്റ്റേറ്റുകളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ കാട് അല്ലെങ്കിൽ നദി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ സ്റ്റേറ്റ് മാത്രം സംരക്ഷിച്ചാൽ മതിയോ? സ്റ്റേറ്റ് സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് എന്റെ വീട്ടിൽ കിടക്കുന്ന തോട് വേണമെങ്കിൽ നികത്താം, സർക്കാർ വേണമെങ്കിൽ ഒന്ന് സംരക്ഷിക്കട്ടെ. സർക്കാരിനെ സംരക്ഷിക്കണമെങ്കിൽ സർക്കാരിന്റെ സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ, എന്റെ സ്ഥലത്ത് കയറാൻ പറ്റില്ല. സ്റ്റേറ്റ് മാത്രം വിചാരിച്ചാൽ നടപ്പാക്കാൻ പറ്റാത്ത സംഗതികൾ ആളുകളുടെ മൗലിക കടമയായിട്ട് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവന്നു. നിയമം മൂലം നടപ്പാക്കാൻ പറ്റില്ലെങ്കിലും അത് ആളുകളുടെ മൗലികമായ കടമയാണ്. പരിസ്ഥിതി സംരക്ഷണം അങ്ങനെയാണ് ആളുകളുടെ മൗലികമായ കടമയാക്കി മാറ്റിയത്. അങ്ങനെയുള്ള മൗലികമായ കടമകൾ മൗലികാവകാശം പോലെ പ്രധാനമാണ്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ മൗലികമായ അവകാശം മാത്രമല്ല കടമയും ഉണ്ടെന്ന് നമ്മൾ പഠിപ്പിക്കും. പക്ഷെ കടമ നിങ്ങൾക്ക് കോടതിയിലൂടെ നടപ്പാക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് ആളുകൾ സ്വയം ബോധ്യമൊന്നും ചെയ്യേണ്ട ഒരു കാര്യം. ഇതൊന്ന് ഒരുപാട് സമയമായി പ്രശ്നമുണ്ട്.
അതെ, ആ ഒരു ഭാഗത്തിൽ ചോദിക്കണമെന്ന് വന്നില്ല. ചോദിക്കുന്നു പറഞ്ഞാൽ നേരത്തെ പോവുകയും ചെയ്തു. അത് എനിക്ക് തോന്നുന്നു അത് ഈ കോണ്ടെക്സ്റ്റുള്ളതല്ല, നമുക്ക് വേറെ സംസാരിക്കാം. അതിനുശേഷം പലപ്പോഴും ഈ സംഭവം ക്ലിയറായിട്ട് നമുക്ക് പല ന്യൂസുകളും നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഒരു നിയമം അതുപോലെ അതുപോലെ ആ ഒരു നിയമത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഒരു പൗരനെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ് എന്താണ്? ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ലോകത്ത് ചില നിയമങ്ങൾ ഇല്ലെങ്കിൽ, ചില നിയമങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, ചില നിയമങ്ങൾ തെറ്റാണെങ്കിൽ, നിങ്ങൾക്കത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതൊരു കൃത്യമായി വെടിപ്പായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഇത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഭരണഘടന അനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ്, ആളുകൾക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ വേണം, ഇതത് കാണിക്കുന്നില്ല, ഇങ്ങനെയില്ല, അങ്ങനെയില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദമാക്കിയ ഒരു പരാതി നിങ്ങൾക്ക് നിയമസഭാ സെക്രട്ടറിക്ക് കൊടുക്കാം, നിങ്ങളുടെ MLA-ക്ക് കൊടുക്കാം, സർക്കാരിന് മുമ്പിൽ, അതായത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അത് വേറെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്, ഒരു നിയമം നിർമ്മിച്ചെടുക്കാനുള്ള അവകാശം ആളുകൾക്കുണ്ടോ ഇല്ലയോ? ഇപ്പോൾ എനിക്കൊരു നിയമം നടപ്പാക്കി കിട്ടണം, ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു ഇൻഫർമേഷൻ പോലൊരു നിയമം നടപ്പാക്കി കിട്ടണം. നിങ്ങൾക്ക് തോന്നുന്നു അത് നിയമം നടപ്പാക്കി കിട്ടേണ്ട ഒന്നാണ്. പക്ഷെ നിങ്ങൾ നിയമസഭാ മെമ്പർ അല്ലാണോ? അല്ല, നിങ്ങൾ MLA ആണ്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. MLA ഈ കാര്യം പറയാൻ തയ്യാറല്ല, എന്ത് ചെയ്യും? MLA നിയമസഭയിൽ ഉന്നയിച്ചാൽ മാത്രമാണ് സ്വകാര്യ ബില്ലായിട്ടെങ്കിലും നിയമസഭയ്ക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. തള്ളണ്ടോ സ്വീകരിക്കണോ നിയമസഭയുടെ ഇഷ്ടം. നിങ്ങൾ കൊണ്ടുവരുന്നൊരു വിഷയം പരിഗണിക്കണോ വേണ്ടയോ, നിയമസഭ പരിഗണിച്ച് കിട്ടുന്നതിന് തടസ്സം നിങ്ങളുടെ MLA ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറയുന്നു, കോടതികൾക്ക് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന ആളുകളോട് വളരെ ജെന്യുവിനായി വരുന്ന കംപ്ലൈന്റുകളിൽ നിയമപ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് പറയാനുള്ള അധികാരം, മാൻഡേറ്ററി ഡയറക്ഷൻ കൊടുക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ട്. ഇതുവരെ ആരും ഇത് പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്ന ഭരണഘടനയിൽ നിന്ന് വായിക്കാൻ. കാരണം അങ്ങനെ വരുമ്പോൾ ഒരു MLA ദണീച്ചെന്ന് പറയും, പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അയക്കില്ല. കാരണം അയാളുടെ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ഒരാൾ പറയുന്ന ഒരു പ്രശ്നമാണ്. നിയമസഭയ്ക്ക് തള്ളിക്കളയാം, കോടതിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ പാസ്സാക്കണം. എന്തുകൊണ്ട് തള്ളിക്കളയുന്നു? നിയമസഭ തീരുമാനിക്കുന്നത് കാരണത്താൽ തള്ളിക്കളയാം, സ്വീകരിക്കുകയും ചെയ്യാം. നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം വാലിഡ് ആണെങ്കിൽ അത് നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള അവകാശം പൗരനില്ലേ എന്ന ക്വസ്റ്റ്യൻ വാസ്തവത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് തീരുമാനിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും. കാരണം ഈ പറയുന്ന സംഗതികളൊക്കെ അവിടെ ഉണ്ടാവും. ഇനി അതൊന്നും വേണ്ട, നിങ്ങൾക്കിപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം, നിയമസഭാ സെക്രട്ടറിക്ക് കൊടുത്ത് സർക്കാരിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് വിവരാവകാശം ചോദിച്ചുകൂടെ? എൻ്റെ ഇന്ന പരാതിയിൽ എന്ത് തീരുമാനം എടുത്തു, ഇതിന്മേൽ എന്തെങ്കിലും പുതിയ നിയമങ്ങളോ ചട്ടങ്ങളോ ഉണ്ടാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? നിങ്ങളുടെ പരാതി തള്ളിക്കളഞ്ഞാൽ ആ തള്ളിക്കളഞ്ഞതിന് റീസൺ ഉണ്ടാവും. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം തള്ളുന്ന ഓരോ ഉത്തരവിലും റീസൺ ഉണ്ടായിരിക്കണം. ആ റീസൺ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയിൽ പോവാം. പോസിബിൾ ആണ്, ബുദ്ധിമുട്ടാണ്, സമയമെടുക്കുന്നതാണ്. പക്ഷേ അങ്ങനെ അല്ലാതെ നമുക്ക് ഈ പ്രക്രിയ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കളക്റ്റീവ് വിസ്ഡം, നിങ്ങൾക്കിപ്പോൾ എന്തുകൊണ്ടാണ് ഇത് അനീതിയാന്ന് തോന്നിയത്? പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. നിങ്ങൾ ഈ എക്സ്പീരിയൻസ് കേരളത്തിലുള്ള എല്ലാവരുടെയും എക്സ്പീരിയൻസ് ആക്കി മാറ്റുകയോ അവർക്ക് ബോധ്യപ്പെടുകയോ ചെയ്താൽ എല്ലാവരും കൂടി ഒച്ചയെടുക്കും. ഡൽഹി ഇൻസിഡന്റ് ഉണ്ടായില്ലേ, ഒരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് രാത്രി റേപ്പ് ചെയ്തൊരു സംഭവം. ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ അധ്യക്ഷനായി വെച്ചു. എന്തുകൊണ്ടാണ് വെച്ചത്? ഇന്ത്യയിലെ എല്ലാ നിയമവും മാറി, എവിഡൻസ് ആക്ട് മാറി, IPC മാറി, CRPC മാറി, സ്ത്രീകളുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയമം ഒറ്റ രാത്രി കൊണ്ട് മാറി. എങ്ങനെ മാറിയത്? ഡൽഹിയിലുള്ള സകല മനുഷ്യരും എന്ന് പറഞ്ഞാൽ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരും റെയ്സീന ഹിൽസ് എന്ന് പറയുന്ന രാഷ്ട്രപതി ഭവൻ നിൽക്കുന്ന ഏരിയ വളഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട്, ഒരാളും ആഹ്വാനം ചെയ്തില്ല. ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ഡൽഹി സ്തംഭിപ്പിച്ചു. ഇനി ഇതിൽ നിയമനിർമ്മാണം നടത്തിയിട്ടല്ലാതെ നിങ്ങൾക്ക് ഒരടി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് സർക്കാരിനോട് പറഞ്ഞു. പിറ്റേ ദിവസം ഈ 75 കൊല്ലമായിട്ട് നടക്കാത്ത എല്ലാ ഭേദഗതിയും ഒറ്റ ദിവസം കൊണ്ട് പോകും. ഇത്രയേ ഉള്ളൂ. ഇത്ര കെയർലെസ് ആയിട്ട് ഇങ്ങനെ പറയുകയും ഇങ്ങനെ തുടങ്ങുകയും
ഇതിൽ നിന്ന് വിധിയുണ്ടായാൽ കുറച്ചു പേർക്ക് കുറച്ചുകൂടെ നീതിയും സാമൂഹ്യ രക്ഷയും കിട്ടും എന്ന് ഞാൻ ചോദിച്ചു. എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാണ്? അപ്പോൾ ഈ വിട്ടുവീഴ്ച നിലപാടിൽ ഈ എൻ്റെ അഭിപ്രായം ഇത്രയും പറഞ്ഞതിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏത് വ്യക്തി ഇരുന്നാലും ഒരു സിസ്റ്റത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വിധിന്യായത്തിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്നതാണ് ആ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഏക പോംവഴി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഏത് വ്യക്തി തൃശ്ശൂർ CI ആയിട്ടിരുന്നാലും തൃശ്ശൂർ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ കീഴിൽ നടക്കുന്ന ക്രൈം അന്വേഷിച്ച് കണ്ടെത്തണം. അതിനാണ് പോലീസ് നമ്മൾ വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പറയാറില്ല പോലീസിലെ സുനീഷ് വേണ്ട രതീഷ് വരട്ടെ, രതീഷ് വേണ്ട സുമേഷ് വരട്ടെ എന്ന് പറയാറില്ല. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇന്ന പോലീസുകാരൻ ഇങ്ങോട്ട് വരണം, ബാക്കിയുള്ളവർക്ക് നമുക്കിവിടെ വേണ്ട, അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. എന്താ കാര്യം? ദർ ഇസ് എ സിസ്റ്റം. എക്സ് ഇരുന്നാലും വൈ ഇരുന്നാലും ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നിയമവും പ്രതീക്ഷിക്കുന്ന റിപ്ലൈ കിട്ടും, അതിന്റെ റിസൾട്ട് കിട്ടും, അല്ലേ? ഏതെങ്കിലും സ്കൂളിൽ ടീച്ചർമാര് ഇന്ന ടീച്ചർ ഇവിടെ വേണ്ട, ഇന്ന ടീച്ചർ മതി എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്താ കാര്യം? ആ പാഠപുസ്തകത്തിലുള്ള സംഗതി കൃത്യമായി പഠിപ്പിച്ചാലേ ആ ടീച്ചർക്ക് ശമ്പളം കിട്ടുള്ളൂ. അവരുടെ പണി എക്സ്പെക്റ്റഡ് വർക്ക് അവര് പറയുന്ന ക്വാളിറ്റിയിൽ തീർത്താൽ മാത്രമേ അവർക്ക് പൈസ കിട്ടുള്ളൂ. എഞ്ചിനീയർമാരുടെ കാര്യത്തിലും റോഡ് കോൺട്രാക്ടർമാരുടെ കാര്യത്തിലും ഒക്കെ ഇത് കറക്റ്റാണ്. ഇന്ത്യയിലുള്ള ഏത് സിസ്റ്റവും, പട്ടാളത്തിൽ നമ്മൾ പറയാറില്ല ഇന്ന മേജർ വേണ്ട, പാകിസ്ഥാൻ യുദ്ധത്തിൽ ഭാഗം വേണ്ട, മറ്റോ മതി പറയാറില്ല നമ്മൾ. എന്താ കാര്യം? ആരിരുന്നാലും പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് സെയിമാണ്. ജുഡീഷ്യറിക്കകത്ത് വ്യക്തിനിഷ്ഠമായ റിസൾട്ടിനപ്പുറത്ത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്ന കാലത്ത് ഒരു സിസ്റ്റം ഉണ്ട്, ജൂറി സിസ്റ്റം. ജൂറി സിസ്റ്റം എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഒരു കൊലപാതകം നടന്നാൽ ഈ നാട്ടിൽ പുറത്തോട്ടിറങ്ങിയിട്ട് ആദ്യം കാണുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ, പിന്നെ ആ കടയിൽ ചായ വയ്ക്കുന്ന ഒരു ചേട്ടൻ, പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന വേറൊരു പെയിന്റ് പണിക്കാരൻ, പിന്നെ ഈ കോടതിയിൽ പോകുന്ന ഒരു അഭിഭാഷകൻ, പിന്നെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഇദ്ദേഹം. ഇങ്ങനെ ഒരു 7 പേരെ സെലക്ട് ചെയ്തിട്ട് ഒരു ജൂറി ഉണ്ടാക്കും. ഈ ജൂറിയാണ് ഈ കേസ് മുഴുവൻ കേൾക്കുക. എന്തിനാ ഈ ജൂറി കേൾക്കുന്നതെന്നറിയോ? കേസിന്റെ വസ്തുത, ഒരു കൊലപാതകം നടന്നതിനെ പറ്റിയുള്ള വാദം, എതിർത്തും അനുകൂലിച്ചുമുള്ള വാദം ഈ ജൂറി കേൾക്കും. ജൂറി കേട്ടിട്ട് ഈ വാദം മുഴുവൻ കേട്ടിട്ട് ഈ ഓരോരുത്തർക്കും എന്താണ് തോന്നുന്നത് നീതിയെ സംബന്ധിച്ച്, അയാൾ കുറ്റം ചെയ്തു എന്നാണോ ചെയ്തില്ല എന്നാണോ, ആ ജൂറി വിധി പറയും. അതിൽ നിയമപരമായ ശരിയും തെറ്റും നോക്കാൻ ലോ അറിയാവുന്ന ഒരാളുണ്ടാവും. അയാളാണ് അതിനകത്ത് ലോ ലീഗലി ഇങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഒരാൾ കുത്തിയ കത്തി അവിടുന്ന് കിട്ടി, കത്തിയുടെ സ്റ്റെയിൻ, ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു, പരിശോധിച്ചില്ല. അപ്പം ഈ ലോ അറിയാവുന്ന ഇദ്ദേഹത്തിന് പറയാം സ്റ്റെയിൻ പരിശോധിക്കേണ്ടതായിരുന്നു. കാരണം ആ പറയുന്നത് കേട്ടിട്ട് നമുക്ക് അതിനകത്ത് ആ ബ്ലഡ് തന്നെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ 7 പേര്, ചായ അടിച്ച ആള്, ഓട്ടോറിക്ഷ ഓടിച്ച ആള്, പെയിന്റ് അടിച്ച ആള് തുടങ്ങിയുള്ള നിയമവുമായി ഒരു ബന്ധവുമില്ലാത്ത, മഴ നനയുമ്പോൾ പോലും കോടതി കയറി നിൽക്കാത്ത 7 പേർ ചേർന്ന് എടുക്കുന്ന തീരുമാനമാണ് അതിനകത്ത് വിധിയായിട്ട് വരിക. ജൂറി സിസ്റ്റം എന്ന് പറയുന്നത് അതാണ്. അവർക്ക് ബോധ്യപ്പെട്ടാലേ അയാളെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ, അഥവാ അവർക്ക് പോലും ബോധ്യപ്പെടും ശിക്ഷ കൊടുക്കണമെന്ന്. അതാണ് ലീഗൽ പ്രോസസ്. ഏത് വ്യക്തി ഇരുന്നാലും പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് ഒരേ ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണെന്ന് ആ സിസ്റ്റത്തിന്റെ ക്വാളിറ്റിയാണ് തീരുമാനിക്കുക. ആ ക്വാളിറ്റിയിലേക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വന്നാൽ ആരിരുന്നാലും നമുക്ക് കുഴപ്പമില്ല, മതമായാലും ജാതിയായാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെയുള്ള തൊഴിലുകളിലേക്ക് ഏർപ്പെടാൻ താല്പര്യമില്ല. പക്ഷെ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് ഇത്തരം സംഗതികൾ ഒരു ബാറല്ല. ഒരു കാലത്ത് അത് വലിയ ബാറായിരുന്നു, അപ്പൊ അതൊരു ബാറൊന്നുമല്ല. അതായത് ഏറാൻ മൂളികൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഒരു സിസ്റ്റത്തിനോട് ചേർന്ന് പോകുന്ന യെസ്മെൻ എന്ന് വിളിക്കുന്നത്, യെസ്മെൻ എന്നാണ് അതിനെ വിളിക്കുക. യെസ് മാത്രം പറയുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അതിപ്പോൾ അധികാരത്തിലായാലും അത്രയല്ലേ ഉള്ളൂ. കൃത്യമായി ചോദ്യം ചെയ്യുന്ന ആളുകളെ നമ്മൾ MLA-മാരാക്കാറുണ്ടോ? ഇല്ലല്ലോ, ഒരിടത്തും ചെയ്യാറില്ല, ഒരു പോസ്റ്റിലും നമ്മൾ ഇരുത്താറില്ല. അത് നമ്മുടെ ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും നിലവാരമില്ലായ്മയാണ്. പക്ഷെ അങ്ങനെ ഒരു അത് വ്യക്തികൾക്ക് ഇതിനകത്ത് യാതൊരു പ്രസക്തിയില്ലെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സുപ്രീം കോടതിയിൽ നാളെ ഏത് ജഡ്ജി ഇരുന്നാലും കിട്ടുന്ന ഒരേ റിസൾട്ട് ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് വ്യക്തികൾക്ക് യാതൊരു പ്രസക്തി ഉണ്ടാവും. അയ്യോ ലാസ്റ്റ് പക്ഷെ ഇന്ത്യ പോലൊരു സ്ഥാപനത്തിനകത്ത് ഇന്ത്യ പറയുന്ന ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ ഇസ്ലാമിക് രാജ്യങ്ങളിലാണെങ്കിൽ ഈ സവർണാധിപത്യത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അച്ഛൻ ജഡ്ജികൾ ഈ കൾച്ചറൽ ഇപ്പൊ വന്നിട്ടുള്ള ഇന്ത്യയിൽ പോലും ഭരണഘടനയെ കുറിച്ച് അപ്പുറത്തേക്ക് മനുഷ്യരെ കുറിച്ചോ ഇപ്പോൾ
അതെ അതെ മനസ്സിലായി, എനിക്ക് ആ പോയിന്റ് മനസ്സിലായി. അപ്പോ കൾച്ചർ ഈ സാധനം വർക്കിയിലെന്നത് വ്യക്തി എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു പ്രശ്നം ഈ സാധനം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ സംസാരിക്കുമ്പോൾ ഈ സൗര ഒഴിവാക്കിയ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ പറയുന്നതെന്നും നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും സാധ്യമാവാതിരിക്കുന്നതിന്റെ കാരണം. അതെ, ഇതാണ് ഇന്ത്യയിൽ ഗാന്ധിജിക്ക് പറയുന്ന എനിക്ക് ഈ പ്രശ്നം വരുന്നുണ്ട്. അത് ഏത് വ്യക്തി എന്നതിനൊപ്പം തന്നെ അവർ ഉണ്ടാക്കുന്ന സാംസ്കാരിക മൂല്യം അതുപോലെ തന്നെ സാംസ്കാരിക മൂല്യം പ്രശ്നമാണെന്നുള്ള ഒരു പ്രശ്നം അവർ നിലനിൽക്കുന്നത്. ഇതിനെങ്ങനെ അഡ്രസ് ചെയ്യുന്നത്? ഈ കൊളീജിയം പോലുള്ള സംഭവം എങ്ങനെയാണ് അഡ്രസ് ചെയ്യാനുള്ളത്? ഇപ്പോ പലപ്പോഴും ഞാൻ ഹരിസിദ്ധാർത്ഥത്തിന്റെ ബുക്ക് വായിച്ചപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ ഭയങ്കര കോടതിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഉയർത്തിക്കുമ്പോ തോന്നുന്ന ഈ കോടതി എനിക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സി, എല്ലാ വ്യക്തികൾക്കും ബയാസ് ഉണ്ട്. എനിക്കും നിങ്ങൾക്കും ബയാസ് ഉണ്ട്. കറുത്ത ആളുകളെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലായിരിക്കും, വെളുത്ത ആളുകളെ കാണുമ്പോൾ നമുക്കെന്തോ വലിയ ഇഷ്ടം തോന്നുകയും ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള വൈറ്റ് പീപ്പിൾ ബാക്കി വെച്ചിരിക്കുന്ന ചില ബയാസുകളാണ്. ചില ആളുകൾ പൊക്കം കുറഞ്ഞ ആളുകളെ കാണുമ്പോൾ ഇഷ്ടമല്ലാതിരിക്കുകയും വലിയ പൊക്കമുള്ള ആളുകളെ കാണുമ്പോൾ വലിയ ഇഷ്ടം തോന്നുകയും ചെയ്യുന്നത് ബയാസാണ്. സ്ത്രീയെയും പുരുഷനെയും കാണുന്ന പോലെ ഒരു ട്രാൻസ്ജെൻഡറെ കാണാൻ പറ്റാത്തത് നമ്മുടെ ബയാസാണ്. ഇങ്ങനെ നമുക്ക് എല്ലാത്തിനെ സംബന്ധിച്ചും വ്യക്തികൾക്ക് ബയാസ് ഉണ്ട്. ഈ ബയാസ് ഒരു സിസ്റ്റത്തെ ബാധിക്കാതിരിക്കാൻ നമ്മളൊരു പ്രോസസ്സ്, ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയും. ആ ട്രെയിനിങ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബയാസുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ബയാസുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോസസ്സിലൂടെ അവർ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ കോഗ്നിറ്റീവ് ബയാസ്, വ്യക്തികൾക്കുണ്ടാവുന്ന ഇൻറ്റ്യൂഷനായിട്ടുണ്ടാകുന്ന കോഗ്നിറ്റീവ് ബയാസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിൽ അവർ സക്സീഡ് ചെയ്താൽ, അവർ അത്തരം ട്രെയിനിങ്ങുകളിൽ വിജയിച്ചാൽ അവർക്ക് ഏത് പൊസിഷനിൽ ഇരുന്നാലും അവർക്ക് അത്തരം ബയാസുകൾ ഏറ്റവും കുറഞ്ഞിരിക്കും. ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. മറ്റേ ഡെറ്റോളിന്റെ പരസ്യത്തിൽ 2 ബാക്ടീരിയ അവശേഷിക്കുന്നു പറഞ്ഞ പോലെ അത് എപ്പോഴും അവിടെ ഉണ്ടാവും. പക്ഷെ യു ക്യാൻ റെഡ്യൂസ് ഇറ്റ്സ് പോസിബിലിറ്റീസ്. ഈ പ്രോസസ്സ് നടക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പാർട്ടിസിപ്പേഷൻ ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയേ അല്ല. എന്ന് പറഞ്ഞാൽ ആരിരുന്നാലും എല്ലാവർക്കും നീതി കിട്ടും എന്നുള്ളത് കൊണ്ട് ഇനി മുസ്ലിങ്ങൾക്കോ ദളിതർക്കോ വനിതകൾക്കോ ട്രാൻസ്ജെൻഡേഴ്സിനോ ജുഡീഷ്യറിയിൽ പാർട്ടിസിപ്പേഷൻ വേണ്ട എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം കംപ്ലീറ്റ്ലി വേറെയാണ്. അതവിടെ വേണം, അതല്ല ഞാൻ പറഞ്ഞത്. എക്സ് ഇരുന്നാലും വൈ ഇരുന്നാലും അവരുടെ സാംസ്കാരിക ബോധവും വ്യക്തിഗതമായ മൂല്യബോധവും അവരുടെ ചരിത്രബോധവും അവരുടെ പേഴ്സണൽ ഒപ്പീനിയനും എന്ത് തന്നെയായിരുന്നാലും അവർ പുറത്തേക്ക് വിടുന്ന ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് മിനിമം ക്വാളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറൽ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവരിത് എഴുതാൻ ധൈര്യം കാണിക്കില്ല. ആ പ്രോസസ്സ് ജുഡീഷ്യറിക്കകത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് എളുപ്പവഴി ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എക്സ് ഇരുന്നാലും വൈ ഇരുന്നാലും എഴുതുന്ന ജഡ്ജ്മെന്റുകളെ മെറിറ്റിൽ അറ്റാക്ക് ചെയ്യാതെ ഇതിന് പോകാൻ വഴിയില്ല. അയോധ്യ കേസിൽ പറയുകയാണ്, നിങ്ങൾ വാദിച്ചത് മുഴുവൻ ശരിയാണ്, പക്ഷേ ഇവിടെ സ്ഥലമില്ല, 5 കിലോമീറ്റർ അപ്പുറത്ത് വേറെ സ്ഥലം കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അത് ഇല്ലീഗലാണെന്ന് പറയാൻ കോടതി പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ എത്രയോ വിധിന്യായങ്ങൾ, അസംബന്ധമായിട്ടുള്ള വിധിന്യായങ്ങൾ. ഞാൻ നേരത്തെ ബ്രാഹ്മണ സമുദായത്തിന്റെ ഒരു കേസ് പറഞ്ഞു. ഈ അസംബന്ധങ്ങളെ അസംബന്ധങ്ങളായി ജനം ചോദ്യം ചെയ്താൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പല കാര്യത്തിലും ബയാസുണ്ട്. നിങ്ങൾ പബ്ലിക്കായിട്ട് എല്ലായിടത്തും കാണുന്നിടത്ത് പറയുമോ? ഞാൻ പറയില്ല. എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ പറയില്ല. എന്താ കാര്യം? ഞാൻ ജഡ്ജ് ചെയ്യപ്പെടും. ശരിയല്ലേ? എൻ്റെ മനസ്സിലെ നല്ല തടിച്ച സുഹൃത്തുക്കൾ ഇങ്ങനെ വരുമ്പോൾ ഇതാ തടിയ എന്ന് വിളിക്കാനുള്ള ടെൻഡൻസി എനിക്ക് പണ്ട് മുതലേ ഞാൻ വിളിക്കാറുണ്ട്. 10 കൊല്ലമായിട്ട് നമ്മൾ വിളിക്കാറില്ല. ബോഡി ഷേവിംഗ് ആണെന്ന് നമുക്കറിയാം. ഇത് കോഗ്നിറ്റീവ് ബയാസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യലാണ്. മനസ്സിലായോ? ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൂടെ 10 തവണ അടുപ്പിച്ച് എവിടെയെങ്കിലും അവർ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോകുന്നുണ്ടാ ഞാൻ ഇവർ തമ്മിൽ സെറ്റപ്പാണ് എന്ന് പറയാറുണ്ട് പണ്ട്. ഇപ്പൊ നമ്മളത് പറയാറില്ല. എന്താ കാര്യം? ഞാൻ പറയാറില്ല. കാരണം എന്താ? അത് അവരുടെ സ്വാതന്ത്ര്യം, നമ്മളത് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. മനസ്സിലായില്ലേ? എങ്ങനെയാണ് കോഗ്നിറ്റീവ് ബയാസ് ഇല്ലാതാക്കുന്നത്? വ്യക്തികൾ മാത്രമല്ല, സമൂഹം ട്രാവൽ ചെയ്യുമ്പോൾ സമൂഹത്തിനകത്ത് ഈ കോഗ്നിറ്റീവ് ബയാസ് കുറെ ഇല്ലാതാവും. വ്യക്തികൾക്കുണ്ടാകുന്ന ബയാസുകളും ഇല്ലാതാവും. ഇതൊരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഇതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ പ്യൂരിഫൈ ചെയ്യുന്നത്. വ്യക്തികൾ പ്യൂരിഫൈ ചെയ്യപ്പെടും, സമൂഹം പ്യൂരിഫൈ. ചില സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചില തരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്ന് പറയുന്നത് പോലെ ജഡ്ജിമാരുടെ മനസ്സിൽ എന്റെ കേസ് തള്ളണമെന്നുണ്ടെങ്കിലും എനിക്ക് ഓർഡർ തരണ്ടെന്നുണ്ടെങ്കിലും ഇത് തള്ളിയാൽ നാളത്തെ കോൺസിക്വൻസസ് ആലോചിച്ച് ഇപ്പം പറയുന്നത് മുഴുവൻ കേട്ടേക്കാം, എഴുതിയേക്കാം എന്ന് തോന്നണം. ആ തോന്നുന്ന പ്രോസസ്സ്
അവർക്ക് അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്താലേ പറ്റുള്ളൂ. ഒരു ഹയർ ജുഡീഷ്യറിയിൽ ഒരു ജഡ്ജി കയറി എന്ത് തോന്നിയാസം എഴുതിയാലും എന്ത് തന്നെ ചെയ്താലും എക്സെപ്റ്റ് 2 സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഹി ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് അഗെയിൻസ്റ്റ്, പാർലമെന്റിന് ഇംപീച്ച് ചെയ്യാനുള്ള 2 പ്രൊവിഷൻസ് ഉണ്ട്. അതല്ലാത്തടത്തോളം അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഹങ്കാരത്തിൽ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാൻ ജഡ്ജിമെന്റുകൾ റിവ്യൂ ചെയ്യപ്പെട്ടാലല്ലാതെ പറ്റില്ല. ജഡ്ജിമെന്റ് റിവ്യൂ ചെയ്യണമെങ്കിൽ അവരുടെ ഓശാരത്തിൽ ജോലി ചെയ്യുന്ന വക്കീലന്മാർ മാത്രം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോരാ, അതിന് സമൂഹം വിചാരിക്കണം. സമൂഹത്തിന് ആ കേപ്പബിലിറ്റി ഉണ്ടാവണം. നിങ്ങൾ ഡോക്ടർമാർ തെറ്റായ പ്രിസ്ക്രിപ്ഷൻ എഴുതി ആൾ മരിച്ചു പോയാൽ നിങ്ങൾ എന്താ ചെയ്യുക? പണ്ട് ഓഫീസ് അടിച്ചു പൊളിക്കുക, ആശുപത്രി അടിച്ചു പൊളിക്കും. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യും അല്ലേ? ഈ കടയിൽ പോയി ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം കിട്ടിയാൽ എന്ത് ചെയ്യും? കൺസ്യൂമർ കോടതി ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ 10 പേരെയും കൂട്ടി പോയി അത് ചോദ്യം ചെയ്യും. നിങ്ങൾ എല്ലായിടത്തും ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയാൽ മേടിച്ച് കഷത്തി വെച്ച് വീട്ടിൽ വന്നിരിക്കും. ഇതാണ് പ്രശ്നം. സോറി എനിക്കൊന്ന് സമയം, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വലിയ വിഷയങ്ങളാണ്, അങ്ങനെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതല്ല. എന്നാ പിന്നെ പോലീസ് കൊടുക്കുന്ന കുറ്റപത്രം വെച്ച് ആളെ ശിക്ഷിച്ചാൽ പോരെ? കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി പ്രസിഡന്റ് പ്രൊഫസർ കാതറിൻ ജമ്മ, അതുപോലെ ഈ സെമിനാറിന്റെ മോഡറേറ്ററായിട്ട് ഇവിടെ വന്ന് കേരള മീഡിയ അക്കാദമി ഡയറക്ടർ ശ്രീ രാജഗോപാലൻ സാർ, ഈ ഭരണഘടന അതിൻ്റെ ജനനവും പരിണാമവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള പ്രസംഗം ചെയ്ത അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സാർ, ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച അഡ്വക്കേറ്റ് അശ്വിൻ, ഹിസ്റ്റോറിക്കൽ KHRSന്റെ സെക്രട്ടറി ശ്രീ ജോസഫ് ജോൺ കീത്ര, ഇവിടെ സന്നിഹിതരായി ഇത്രയും സമയം മുഴുവൻ ഈ പ്രഭാഷണം കേട്ട് ഇരുന്ന നിയമ കുതുകികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണം നമ്മൾ അടുത്തൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഭരണഘടനയെ സമഗ്രമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളെ സംബന്ധിച്ചും വളരെ വിസ്തരിച്ച് അതിൻ്റെ പോരായ്മകളും അതിൻ്റെ അപൂർണതകളും എല്ലാം വളരെ കാര്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സാറിനോട് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിക്കുള്ള അഗൈതവമായ നന്ദി ഇവിടെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ഈ സെമിനാർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് അതിൻ്റെ രീതികളനുസരിച്ച് ചെയ്ത നമ്മുടെ കേരള മീഡിയ അക്കാദമി ഡയറക്ടർ രാജഗോപാലൻ സാറിന് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിക്ക് വേണ്ടി ഉള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് അശ്വിൻ അവരോടും നിങ്ങൾക്കുള്ള അഗൈതവമായ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് നിങ്ങളെല്ലാവരും ഇത്രയും സമയം ഇവിടെ ഈ സെമിനാറിൽ പങ്കെടുത്ത് ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതിൽ നിങ്ങൾക്ക് അതിയായ സന്തോഷം. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ ചരിത്ര സാക്ഷരത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്തു വന്നിരുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു പുതിയൊരു മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുക, നിയമസാക്ഷരത. പ്രത്യേകിച്ച് ഭരണഘടനയെ സംബന്ധിച്ച് ഒരു അവബോധം നമ്മുടെ പൗരന്മാരിൽ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഈ ഒരു രംഗത്തേക്കും കൂടി കടന്നു വന്നത്. അപ്പോൾ അത് ഇനി തുടർന്ന് 12 മാസത്തിൽ ഒരെണ്ണം എന്നുള്ള തോതിൽ ഭരണഘടനയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണ പരമ്പര ഉണ്ടായിരിക്കും. എല്ലാ പരമ്പരകളിലും എല്ലാ സെമിനാറുകളിലും നിങ്ങൾ സജീവമായി പങ്കെടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുള്ളതിന് നിങ്ങളുടെ അഗൈതവമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.